ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി വാർ ക്രിമിനൽ നെതന്യാഹു വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. അദ്ദേഹം IDF മേധാവി ഹലേവിയോട് പൊട്ടിത്തെറിച്ചു. പൊട്ടിത്തെറിച്ചത് മറ്റൊന്നും കൊണ്ടല്ല, നോർത്തേൺ ഗസയിൽ ഹമാസുകാർ വീണ്ടും ശക്തമായി സംഘടിക്കുന്നത്രേ. അവിടെയൊക്കെ കീഴടക്കി ഉന്മൂലനം ചെയ്ത് ഇല്ലാതാക്കി എന്ന് പറഞ്ഞാണല്ലോ ബാക്കി മേഖലകളിലേക്ക് പോയത്. മെയ് 10 അവിടെ വെച്ച് 4 IDF സയനിസ്റ്റ് ഭീകരരെ അൽഖസാം ബ്രിഗേഡ് കൊന്നുകളഞ്ഞു. ആ കൊന്നത് വലിയ ഞെട്ടലുണ്ടാക്കുകയും IDFൻ്റെ മേധാവിയോട് ന്യൂസ് 13 ചാനൽ ഇതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി കൂടിയാണ് നെതന്യാഹുവിൻ്റെ BP കൂട്ടിയത്. അദ്ദേഹം പറഞ്ഞ മറുപടി, ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നൊന്നും പറയുന്നത് സാധ്യമായ കാര്യമല്ല, അത് നടക്കുകയുമില്ല, അത് വെറുമൊരു സ്വപ്നം മാത്രമാണ്. പറയുന്നത് ആരാണ്? അവിടെ ഉന്മൂലനം ചെയ്യുമെന്നും ഇല്ലാതാക്കുമെന്നും തകർത്ത് തരിപ്പണമാക്കുന്നതാണ് തൻ്റെ പ്ലാൻ എന്നൊക്കെ പറഞ്ഞ് വമ്പ് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന നെതന്യാഹുവിൻ്റെ ഡൈപ്പർ ഫോഴ്സിൻ്റെ മേധാവിയാണ് ഇത് പറയുന്നത്. പിന്നെ ക്ഷോഭം വരാതിരിക്കുമോ? അതുകൂടാതെ UAE മുഖത്തടിക്കുന്നത് പോലെ ഒരു സാധനം തിരിച്ചു കൊടുത്തല്ലോ. ഗസ UAEയെ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ വെച്ചുടുത്താൽ മതിയെന്നും നിങ്ങൾ ചെയ്യുന്ന കൊള്ളരുതായ്മകളെ മൂടിവെക്കാൻ UAE സഹായത്തെ ഉപയോഗിക്കേണ്ടെന്നും അവിടുത്തെ ആളുകൾ കൂട്ടായി ചേർന്ന് ഒരു സർക്കാരുണ്ടാക്കുമ്പോൾ അവർക്കെല്ലാം ഞങ്ങൾ ചെയ്തു കൊടുക്കുമെന്നും അത് താങ്കളുടെ വാക്കും നിർദ്ദേശവും തീരുമാനവും അനുസരിച്ചല്ലെന്നും അങ്ങ് മുഖത്ത് നോക്കി പറഞ്ഞു. അദ്ദേഹം വിചാരിച്ചത് പൊതുവിൽ ഇസ്രയേലികൾക്ക് കുറച്ചൊരു പരവതാനിയൊക്കെ വിരിച്ചു കൊടുക്കുന്നതുകൊണ്ട് ഇവരെല്ലാം തൻ്റെ കുഞ്ഞാമൂട്ടിയാണ് എന്ന് കരുതിയാണ് അദ്ദേഹം പ്രസ്താവന ഇറക്കിയത്. അപ്പോൾ ഈ 2 പ്രസ്താവനകളും 2 വശത്ത് നിന്ന് വന്നതോടുകൂടി നെതന്യാഹു അങ്ങ് ഞെരുങ്ങി. നെതന്യാഹുവിന് ഭയങ്കര കലിപ്പ് വന്നു. അദ്ദേഹം ക്ഷോഭത്തോടെ പൊട്ടിത്തെറിച്ചത്രേ. എന്താണിത് കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞ ദിവസത്തെ റിവ്യൂ മീറ്റിങ്ങിൽ പൊട്ടിത്തെറിച്ചെന്ന് ചാനൽ 13 എന്ന് പറയുന്ന ഇസ്രയേലി ചാനൽ തന്നെയാണ് പുറത്തുവിട്ടത്. ചുരുക്കത്തിൽ ഗസയിലെ മിലിറ്ററി സ്ട്രാറ്റജി മുഴുവൻ പരാജയമായിരുന്നുവെന്ന് IDF നേതാവ് തന്നെ, അതിൻ്റെ ലീഡർ ഹവേലി തന്നെ പറയുന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തി എന്നതാണ് ഒരു സത്യം. എന്ന് വെച്ചാൽ തീർത്തു എന്ന് പറഞ്ഞ് പോകുമ്പോൾ അവിടെ വീണ്ടും അത് പൊന്തി വരുന്ന സ്ഥിതിവിശേഷം. നമ്മുടെ പറമ്പിലൊക്കെ പുല്ല് ചെത്തുമ്പോൾ ഓരോ വശം തീർത്ത് പോയി മറുവശത്ത് എത്തിച്ചേരുമ്പോൾ ആദ്യം വൃത്തിയാക്കിയ സ്ഥലത്ത് പുല്ല് കിളിക്കുന്നത് പോലെ വീണ്ടും പ്രതിഷേധത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും കരുത്തുയരുന്നു എന്നുള്ളതാണ് ഈ നെതന്യാഹുവിനെ ആശങ്കപ്പെടുത്തുന്നത്. അതുണ്ടാകുമെന്ന് സ്വാഭാവികമായി ഇതിൻ്റെ നേതാവ് അങ്ങ് പറഞ്ഞതാണ് അതിനേക്കാൾ കൂടുതൽ പ്രകോപനമായത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ കുരു പൊട്ടി ഒലിക്കുന്നു എന്നതാണ് ചാനൽ 13 പുറത്തുവിടുന്ന വാർത്ത.